നമുക്ക് പ്ലാൻ ഉണ്ടായിട്ട് ഇപ്പൊ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഊമക്കത്ത് ലഭിച്ചു, നമ്മളെല്ലാരും കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊന്നും ഹേർട്ട് ചെയ്യില്ല. പേഴ്സണലി എന്തായാലും ഹേർട്ട് ചെയ്യാത്ത ആളാണ്. അതെ, നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി പറയും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എങ്ങനെയാണോ, അതായത് സ്റ്റേൺ ആയിട്ട് കാര്യങ്ങൾ പറയാ. മൈ വൈഫ് ബ്രദർ കം ഫ്രണ്ട്, സിസ്റ്റർ കം ഫ്രണ്ട്. വൈഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വൈഫിനെ കുറിച്ച് വൈഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം വൈഫിനെ വളരെ നല്ലൊരു വൈഫാണ്. ഇങ്ങനെ ഒരു വൈഫിനെ കിട്ടിയതിൽ വളരെ ഇഷ്ടമായി. വൈഫ് അടിപൊളിയാണ്, കണ്ടല്ലോ. ഒറ്റയ്ക്ക് ഉത്തരം പറയാൻ ഹസ്ബൻഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ഹസ്ബൻഡാണ് ശരിക്കും പറഞ്ഞാല്. മീൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എങ്ങനെയാണോ, അതായത് സ്റ്റേൺ ആയിട്ട് കാര്യങ്ങൾ പറയാ. എന്നോടാണെങ്കിലും നേരിട്ട് മുഖത്തൊക്കെ എല്ലാം കറക്റ്റ് പറയും. ഞാനാണെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ആണ്. എനിക്ക് ചിലപ്പോൾ വീഡിയോസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാറുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണെന്നുള്ള രീതിയിൽ തന്നെ എടുക്കും. പിന്നെ ഓരോ ഇൻഡിവിജ്വാലിറ്റി അല്ലേ, അപ്പോൾ ഓരോ ഡിഫറെന്റ് ആണല്ലോ. എന്തായാലും ഭയങ്കര ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ എന്താണ്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സായി ഇന്ന വീഡിയോയിൽ ഒന്നും ഞാൻ ഇടപെടാറില്ല. ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ പറയും ഇതിട്ടിട്ടില്ലല്ലോ, ഒന്ന് ഇട്ടൂടെ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഫോഴ്സ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഒരിക്കലും ഇല്ല. ഇല്ല ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിലും സായി അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ്. അതാണല്ലോ എല്ലാം തുറന്നു പറയുന്നത്. ഒരു ഔട്ട്കം ഒന്നും നോക്കില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെ തന്നെ ആളുകൾ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ എന്താ പറയാ വികാരത്തെ കച്ചവടമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയെന്ന് ഞാൻ പറയില്ല, കാരണം റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും. പക്ഷെ ഹേർട്ട് ചെയ്യില്ല. പേഴ്സണലി എന്തായാലും ഹേർട്ട് ചെയ്യാത്ത ആളാണ്. അതെ, നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി പറയും. കാരണം വീഡിയോസ് ഒന്നും അങ്ങനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാറില്ല. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അത്രേ ഉള്ളൂ. ഭീഷണിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഭീഷണി വരുന്നുണ്ട്. അതൊന്നും ഞങ്ങളാരും അതൊന്നും കാര്യമാക്കാറില്ല. അപ്പോൾ ഇപ്പൊ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഊമക്കത്ത് ലഭിച്ചു, നമ്മളെല്ലാരും കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതൊരു കണ്ടന്റ് ആക്കി എടുത്ത് വീഡിയോ ഇട്ടു. പിന്നെ മലപ്പുറം, ഞാൻ സത്യം പറയട്ടെ, മലപ്പുറം എന്ന സിറ്റിയിലായ ആ ഒരു ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് ഞങ്ങൾ ഇത്ര ഓപ്പൺ ആയിട്ടും കാര്യമായിട്ടും സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ആളുകളൊക്കെ പറയുന്നുണ്ട്, അതായത് സിക്രട്ടീസൻ എന്ന് പറയുന്ന വ്യക്തി ബാക്കിയുള്ളവരുടെ വികാരത്തെ ചൂഷണം ചെയ്ത് അത് വിറ്റ് കാശാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ. സോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ന്യൂസ് ചാനൽസോ ട്രോൾസിലൊക്കെ ട്രോൾ പേജസോ എല്ലാവരും അങ്ങനെയല്ലേ. സോ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. ഫാമിലിയിൽ എന്തെങ്കിലും ഇടപെടലുണ്ടോ? കാരണം ഇത്തരത്തിൽ നിരന്തര ഭീഷണിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഫാമിലി ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. അവരൊക്കെ സപ്പോർട്ടാണ്. അവര് ഇടപെടാറില്ല, അതാണ് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇടപെടാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില ടോപ്പിക് കാണുമ്പോൾ പറയും അതൊന്ന് റിയാക്ട് ചെയ്തുകൂടെ. അങ്ങനെ എനിക്ക് ചിലപ്പോൾ ചിലത് കാണുമ്പോൾ ദേഷ്യം വരുന്ന സംഭവം ഉണ്ടാവും, ഞാൻ പറയുന്നത് റിയാക്ട് ചെയ്തുകൂടെയെന്ന്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. ഏയ് അങ്ങനൊന്നുമില്ല. റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഓ പിന്നെ ഉറപ്പായിട്ടും